ഒരാഴ്ച നമ്മൾ പുറത്തിറങ്ങി ദുബായ് ചായ അപ്പം മസാജ് ചായ ഇടുക്കിയെ മസാജ് ഒക്കെ പറയാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞു, രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞു, ഇത് മാറ്റല്ല. പക്ഷെ ഇതൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല, ലൈവ് വരികയാണ്. ജീവിതം പഠിച്ച നമ്മളെല്ലാം പഠിച്ചല്ലേ അവസാനം ജീവിതം പഠിക്കാനുള്ള കോഴ്സ് ഏത് സ്കൂളിൽ അല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ പണിയൊക്കെ എടുക്കുന്നത്. ബസ് ചെയ്യണം, കോറി പോകണം, പോകണം, എല്ലാം ചെയ്യണം. അല്ല അങ്ങനെ കുറെ സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സംഭവം തന്നെ നമുക്ക് ഇവിടെ പോയി നിൽക്കാൻ പറ്റും. അത് ഗോവയിൽ പോയി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. അവിടെ ചെന്ന് പെട്ടപ്പം അതൊരു മറ്റേ ശാലയാണ്. ഒരാഴ്ച കൊണ്ട് എന്നെ ഒറിജിനൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി തരാം, സെന്റർ പണിയാണെന്ന് നിൽക്കുകയാണെന്ന്. ഒരാഴ്ച കഴിഞ്ഞു, രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞു, ഇത് മാറ്റല്ല. തിരിച്ച് പെരേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വീണ്ടും ദുബായ്ക്ക് പറഞ്ഞത്. അപ്പൊ ഞാൻ അവിടെ ഒരു മസാജ് സെന്റർ ഉണ്ട് വേറെ, നമ്മളെ കമ്പനിക്കാരവിടെ ഞാൻ കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പക്ക മസാജ് സെന്ററാണ്. അവിടെ ഞാനും കയറാൻ പറ്റുമാക്കി. അപ്പോൾ ഒരു പറഞ്ഞു അല്ലടാ അവിടെ മസാജിന് ആൾക്കാരായിട്ടുണ്ട്, അപ്പൊ തൽക്കാലം ഇത് മതി, ഇത്ര മതി. പക്ഷെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഭക്ഷണം ഉണ്ടാക്കി പരിചയമുണ്ട്, ഞാൻ ആയിക്കോട്ടെ കുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ കുക്കിങ്ങിന് നിന്നു. ഇതേമാതിരി മറ്റേ ലൈറ്റർ ഉണ്ടാക്കും, മറ്റേ MC-യിലൊക്കെ വെച്ച് ഡിസൈൻ ചെയ്താണ്. അങ്ങനെ ലൈറ്റർ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അത് വിറ്റാണ്ടും 1500 ഒരു ലൈറ്ററിന് കിട്ടും. 50 റുപ്യൻ്റെ ലൈറ്ററും 10 റുപ്യൻ്റെ MC-യിലും വാങ്ങി ഡിസൈൻ ചെയ്താൽ ആർട്ട് ഉണ്ടാക്കി വിറ്റാൽ പൈസ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കണമല്ലോ, നമുക്ക് ജീവിതത്തിൻ്റെ ഓരോ ഭാഗത്തുനിന്ന് കിട്ടണം. അതായത് നമ്മൾ ഇവിടെ മൂലൊക്കെ കൊണ്ടുപോയിട്ടാലും നമുക്ക് ജീവിക്കാൻ പറ്റും.